ഒരുപാട് ആളുകൾ ഈ റമളാനായിട്ട് പോലും നിസ്കരിക്കാതെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ചിലർ പാടെ ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ വേറെ ചിലർ ആളുകൾ അവർ നിസ്കാരത്തിന്റെ സമയം തെറ്റിച്ച് നിസ്കരിക്കുന്ന ആളുകളാണ്. ഫജ്ർ ഒരു പക്ഷേ അവർ എഴുന്നേൽക്കുക സൂര്യനെ കുതിച്ചതിന് 7 മണിക്കോ 8 മണിക്കോ ഒക്കെ അവർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി മാത്രം നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ആ സമയത്താണ് അവർ നിസ്കരിക്കുന്നത്. ളുഹറിന് ചിലപ്പോൾ കിടന്നുറങ്ങിയാൽ മഗ്രിബിന് എഴുന്നേൽക്കുന്ന ആളുകൾ ഉണ്ടാകും. ഈ രൂപത്തിൽ സഹോദരങ്ങളെ നിസ്കാരത്തെ പാഴാക്കി കളയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ അങ്ങാടിയിൽ അലഞ്ഞുകൊണ്ട് മഗ്രിബും ഇശാവുമെല്ലാം അങ്ങനെ പാഴാക്കി കളയുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. അതും പവിത്രമായ റമളാനിൽ പോലും അവർക്ക് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ. നല്ല നല്ല ആളുകളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം ശേഷക്കാരായ ചില ആളുകൾ വരും. അവരുടെ പ്രത്യേകത അല്ലാഹുസ് സ്വലാത്ത് വത്തബഉശ് ശഹവാത്ത്. അവർ നിസ്കാരത്തെ പാഴാക്കി കളയുന്നവരാണ്, അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരാണ്. ഫസൗഫ യൽഖൗന ഗയ്യ. അവർ പിന്നീട് നരകത്തിലെ താഴ്വരയായ ഗയ്യിനെ കണ്ടെത്തുന്നതാണ്, അവർക്ക് നരകശിക്ഷയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ചിലർ ചോദിച്ചു, അകാനു താരികീന സ്സലാ. ഈ പറയുന്ന ആളുകളൊക്കെ നരകത്തിൽ പോകുവാനുള്ള കാരണം അവർ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലൗ തറകൂഹാ ലകഫറു. അവർ നിസ്കാരം ഉപേക്ഷിച്ചവരാണെങ്കിൽ അവർ കാഫിറുകളാണ്. വ ഇന്നമാ കാനു യുഅഖിറൂന സ്സലാത അൻ വഖ്തിഹാ. ഈ പറയുന്ന ആളുകൾ നിസ്കാരം അതിന്റെ സമയത്ത് നിന്നും തെറ്റിച്ചതിന്റെ ഫലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നരകമുണ്ട് എന്ന് പറയുന്നത്. അഥവാ സഹോദരങ്ങളെ മനസ്സിലാക്കുക, നിർബന്ധ ബുദ്ധിയാൽ ഫജ്ർ അതിന്റെ സമയത്ത് സൂര്യൻ ഉദിച്ചതിന് ശേഷം നിസ്കരിക്കുന്ന ആളുകൾ ഈ പറയുന്ന ആ ശിക്ഷക്ക് താക്കീതിൽ ഉൾപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര ആളുകളാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നത്. അവർക്ക് യാതൊരു കൂസലില്ലാതെ നിസ്കാരം അങ്ങനെ ഉപേക്ഷിക്കുകയാണ്. മനസ്സിലാക്കുക, നിസ്കാരം സഹോദരങ്ങളെ മനഃപൂർവ്വം ഒരു വക്താണ് നീ ഉപേക്ഷിച്ചതെങ്കിൽ പോലും അത് നിന്നെ കാഫിറാക്കാൻ മതിയായതാണെന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നാളെ പരലോകത്ത് ഇത്തരം നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ആരുടെ കൂടെയാണ്? ഫിർഔനിന്റെയും അബൂജഹലിന്റെയും പോലെയുള്ള കുഫാറുകളെയും മുശ്രിക്കുകളുടെയും കൂടെയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം നിസ്കാരം ഉപേക്ഷിക്കുന്ന ഭർത്താക്കന്മാരായി സ്വീകരിക്കാൻ സ്ത്രീകൾക്ക് പാടില്ല എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഏകാഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത്രയും ഗൗരവമുള്ള കാര്യമാണ് എന്നവർ മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത് അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ. നമുക്കും മുശ്രിക്കുകൾക്കും ഇടയിലുള്ള ഖരാർ എന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ. ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി തീർന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. മഹാന്മാരായ സ്വഹാബികൾ അവർ പറയുന്നത് കാണാൻ സാധിക്കും. സ്വഹാബികൾ ഏതെങ്കിലും ഒരു കർമ്മം ഉപേക്ഷിച്ചാൽ കാഫിറാകും എന്നുള്ളതിൽ ഏക അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഉണ്ടെങ്കിൽ അത് നിസ്കാരത്തിന്റെ വിഷയമാണ് എന്ന് സഹോദരങ്ങളെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതാ പരിശുദ്ധ റമളാനായിട്ട് പോലും ഈ പറയുന്ന സ്വഭാവത്തിൽ നിന്നും ഈ പറയുന്ന കുഫറിൽ നിന്നും തൗബ ചെയ്യാൻ ചിലർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരിൽ ചിലർ നോമ്പെടുക്കുന്നുണ്ട് എന്നുള്ളത് വിചിത്രമായ കാര്യമാണ്. എങ്ങനെയാണ് നിസ്കരിക്കാത്ത ഒരുവന്റെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക? നിസ്കാരമില്ലാത്തവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. നീ ചെയ്യുന്ന സദഖകളോ, നീ ചെയ്യുന്ന ചാരിറ്റികളോ, നീ ചെയ്യുന്ന നിസ്കാരമോ അതുപോലെ എന്തെങ്കിലും ഒക്കെ പ്രവർത്തനങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ നീ മുസ്ലിം ആയിരിക്കണം, നീ ഇസ്ലാമിന്റെ വൃത്തത്തിലേക്ക് വരണം. നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും പുറത്താണ് എന്ന് മനസ്സിലാക്കണം. ഇത് സഹോദരങ്ങളെ നോമ്പുകാരനിൽ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ അവനെ പുറത്തു കൊണ്ടുപോകുന്ന കാര്യമാണ്. ഗൗരവത്തിൽ മനസ്സിലാക്കുക.